നല്ല പടമാണ്, എല്ലാവരും നല്ല വൃത്തി ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്ലൈമാക്സിൽ നല്ല ട്വിസ്റ്റ് ഉണ്ട്. ആ ഒരു സീനും നല്ല വൃത്തി എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ തമിഴ്നാടാണ്. പടം അടിപൊളിയായിരിക്കുന്നത്, കണ്ടുകൊണ്ടേയിരിക്കാം, ഒരു ബോറും അടിക്കില്ല. ഇത് ഗംഭീരം പറയാതിരിക്കാമേ. കാരണം ഇത് എന്താ പറയുക, ഒരു മനുഷ്യത്വത്തിൻ്റെ അല്ലെങ്കിൽ കൂട്ടായ്മയുടെ വിജയമായിട്ട് നമുക്ക് തോന്നുന്നു. കാരണം സിനിമ കണ്ടപ്പം പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു. അതായത് അത്രയും ആളുകൾ എങ്ങനെയെങ്കിലും ആ മറ്റേ കയത്തിലകപ്പെട്ട ആളെ രക്ഷിക്കണം എന്നുള്ള ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരവസ്ഥ, അത് സംവിധായകൻ്റെ ബ്രില്യൻസ് ആണ്. ഗംഭീര വർക്ക്, ഒരു രക്ഷയില്ല. കുഴപ്പമില്ല, നല്ല സിനിമ. കൊടൈക്കനാൽ ഗുണ കേവല ട്രൂ സ്റ്റോറി പുറത്തോട്ട് കാണിച്ചു നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ല, കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടിരിക്കും തിയേറ്ററിൽ ഇരിക്കും. കണ്ടിരിക്കേണ്ട സിനിമയാണ്. പിന്നെ റിയൽ സ്റ്റോറിയാണെന്നും കൂടെ അറിയുമ്പോഴത്തേക്ക് കണ്ടിരിക്കേണ്ട സിനിമയാണ്. ഭയങ്കരമായിട്ട് കരയുന്ന, ഞാൻ കരഞ്ഞു, മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നല്ല സിനിമയാണ്. ഭയങ്കര എല്ലാവരും സൈലന്റ് ആയിട്ട് നിന്നു. ഞാനും മോനും കൂടെയാണ് വന്നത്. അപ്പം ഭയങ്കരമായിട്ട് നമുക്ക് കണ്ടിരിക്കേണ്ട സിനിമയാണ്, എല്ലാവരും കാണണം. അടിപൊളി പടം, ഒരു രക്ഷയല്ല, അടിപൊളി പടം. എന്താണ് ഇഷ്ടപ്പെട്ടെന്നാണ് ഇഷ്ടപ്പെടും? മേക്കിംഗ്, ഡയറക്ഷൻ, എല്ലാം, ഷോർട്സ്, ഫ്രെയിംസ് എല്ലാം, കളർ ഗ്രേഡിങ് എല്ലാം അടിപൊളി. മേക്കിംഗ് പക്കയാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്തതെന്ന് പറയുന്നത്, പക്ഷേ കിടിലാണ് മേക്കിംഗ്. മലയാള സിനിമയിലേക്ക് ഇത് കണ്ടിട്ടില്ല. കിടിലം പടം, നല്ല ഇമ്പാക്റ്റ് ഉണ്ട്. സൂപ്പർ സിനിമ, ബോക്സ് ഓഫീസ് അടിക്കും. ഭംഗിയായിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല ഒന്നാന്തര സിനിമ, 100 കോടിക്ക് സമീപത്തും, യാതൊരു സംശയമില്ല. നല്ല സിനിമ, നല്ല ടെക്നിക്കലൊക്കെ നല്ല പടമായിരുന്നു. പിന്നെ മ്യൂസിക്, ആർട്ട് വർക്ക് എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ മലയാള സിനിമ ഒരു പുതിയൊരു എക്സ്പീരിയൻഷ്യൽ സബ്ജക്റ്റ് തന്നെയാണ്. പിന്നെ അതിൽ ആർട്ട് വർക്ക്, ടെക്നിക്കലി എല്ലാം അടിപൊളി. വിഷ്വൽസ് ഒക്കെ സൂപ്പറായിരുന്നു. DOP എടുത്തു പറയണം, അടിപൊളിയായിരുന്നു. പിന്നെ ഒരു സിമ്പിൾ സ്റ്റോറിയാണ്, പക്ഷേ സെറ്റായിട്ട് എടുത്തിട്ടുണ്ട്. റിയൽ ലൈഫ് കഥയല്ലേ വരുന്നത്? അതെ, റിയൽ ലൈഫ് സ്റ്റോറിയാണ്, ബേസ്ഡ് ഓൺ റിയൽ ലൈഫാണ്. എന്തോരം അടിപൊളി പടമായിരുന്നു. എഡ്ജ് ഓഫ് ദ സീ ത്രില്ലർ എന്ന് പറയാൻ കണക്കിന് അങ്ങനത്തെ ഒരു മേക്കിംഗ് ആണ് ഇതിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. തിയേറ്ററിൽ തന്നെ കാണേണ്ട സാധനമാണ്. എത്രത്തോളം പേർക്കത് കണ്ട് എൻജോയ് ചെയ്യുമെന്ന് എനിക്കറിയില്ല, കാരണം അത്രയും സ്റ്റാർ വാല്യൂ ഒന്നും ഇല്ലാത്ത പടമുണ്ട്. പക്ഷേ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സർവൈവൽ ത്രില്ലറാണ്. സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, മാക്സിമം ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് തിയേറ്ററിൽ കാണേണ്ട സിനിമയാണ്. നല്ല പടം, ഹാർട്ട് ടച്ചിങ് മൂവി, മസ്റ്റ് വാച്ച് ആണ്. എന്താണ് എടുത്ത് പറയാനുള്ളത്? എന്താണ് ഒന്നും പറയാനില്ല, നല്ല ആ ഫീൽ തന്നെ ഉണ്ട്. ആസ് എ ഫ്രണ്ട്ഷിപ്പ് ആണേലും അടിപൊളി പടം, നല്ല എക്സ്പീരിയൻസ്, നല്ല ഇമ്പാക്റ്റ് ഉണ്ട്. അതിൽ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് മോഡിലാണേലും, സെക്കൻഡ് ഹാഫ് നന്നായിട്ട് നമ്മൾ എൻ്റർടൈൻ ചെയ്യും, അതിലിരുത്തും, കണ്ണ് നിറയും. എക്സൻ കൊള്ളായിരുന്നു പടം, നല്ലൊരു സിനിമയായിരുന്നു. കുറേ കാലത്തിന് ശേഷം ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. പിന്നെ ഏത് കാര്യം നോക്കിയാലും, ഏത് കാറ്റഗറി എടുത്താലും, സൗണ്ട് ഡിസൈൻ ആയാലും സിനിമാറ്റോഗ്രാഫി ആയാലും എല്ലാം നല്ലതായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് ആയിരുന്നു കുറച്ചും കൂടെ ഫസ്റ്റ് ഹാഫിനേക്കാൾ നല്ലത്. ഈ ജേണലിൽ വരുന്ന ഒരു മുട്ടുമുക്കാൽ പടങ്ങളും ഫ്ലോപ്പാണ് വരുന്നത്. അപ്പം ഇതെങ്ങനെയുണ്ട്? ത്രില്ലടിപ്പിക്കുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് നല്ല ത്രില്ലിംഗ് ആണ്. ഈ പെർഫോമൻസ് എങ്ങനെയുണ്ട്? ആരായിരിക്കും? എല്ലാവരും ഈക്വലാണ്. ആ പടത്തിന് സോങ് പ്ലേസ് ചെയ്തേക്കുന്ന എല്ലാം കറക്റ്റാണ്, അഭിനയിച്ചിരിക്കുന്ന എല്ലാം കറക്റ്റാണ്. നമുക്ക് പൈസ വസൂല് പടമാണ്. വർത്താണ് പടം.